നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള പരിപ്പുവടയാണ്. നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. VM വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അതിന് വേണ്ടത് വടത്തുമര 1 കപ്പ്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, കായം, ഉപ്പ്, എണ്ണ. ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. തുമര 1 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം. പിന്നെ ഇതെല്ലാം ഇനിയും അരിഞ്ഞെടുക്കണം. ഇത് 1 മണിക്കൂറിന് ശേഷം വെള്ളം തോരാൻ വേണ്ടി വെച്ചേക്കുന്ന തുമരയാണ്. മിക്സിയുടെ ജാറിൽ ഇതുപോലെ വെള്ളം തൊടാതെ അരച്ചെടുക്കുക. ഇതേ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. നമ്മൾ അരച്ച് വെച്ചതിനകത്തോട്ട് ഈ ഉപ്പ്, ബാക്കിയുള്ള മുളക്, കായം ഇതെല്ലാം ചേർക്കുകയാണ്. ഇത് നല്ലതായിട്ട് ഇളക്കി പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഉരുളയാക്കണം. അതേ രീതിയിൽ ഉരുളയാക്കിയിട്ട് പരത്തണം. പൊട്ടിപ്പോവാത്ത വിധത്തിൽ പരത്തി. ഇതിങ്ങനെ ഓരോന്നും പരത്തി വയ്ക്കുക. എന്നിട്ട് എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഒരു പാൻ വെച്ചതിന് ശേഷം എണ്ണ ചൂടാൻ വേണ്ടി അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അന്ന് എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായിരിക്കുകയാണ്. അതിനകത്തോട്ട് നമ്മൾ പരത്തി വെച്ച പരിപ്പുവട അതിനകത്തോട്ട് ഇടുകയാണ്. അതിന് ചിറകൊക്കെ കിടന്ന് ഇതുപോലെ മൂക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയ പരിപ്പുവടയാണിത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പരിപ്പുവടയും കട്ടൻ കാപ്പിയും നല്ല കോമ്പിനേഷനാണ്. ഞാനൊന്ന് കഴിച്ചു നോക്കാം നിങ്ങൾക്ക് വേണ്ടി. വാവ്, സൂപ്പർ. ആഹാ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് പ്രിൻസ് ജോർജ്.